നമസ്കാരം, ഞാൻ ഡോക്ടർ സുഹൈൽ മുഹമ്മദ്, കോട്ടയ്ക്കൽ ആസ്ട്രമിക്സ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. നേടുന്നതിനേക്കാൾ ഭാഗ്യം ഉള്ളത് നഷ്ടപ്പെടാതിരിക്കലാണ്. നമ്മളൊക്കെ പണ്ട് കേട്ട ഒരു കഥയുണ്ട്. ഒരാൾ രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. രാജാവ് പറഞ്ഞു, നിങ്ങൾ വൈകുന്നേരം വരെ എത്ര ഓടുന്നുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് സ്വന്തം. അദ്ദേഹം ഓടാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഭാര്യ ഭക്ഷണവുമായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, അത്രയും സമയം കൂടി ഞാൻ ഓടട്ടെ. അദ്ദേഹം പിന്നെ ഓടാൻ തുടങ്ങി, കിതക്കാൻ തുടങ്ങി, തളരാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്നവരും സുഹൃത്തുക്കളും പറഞ്ഞു, ഒന്ന് വിശ്രമിച്ചിട്ട് ഓടിയാൽ പോരെ. അദ്ദേഹം പറഞ്ഞു, വേണ്ട, അത്ര സമയം കൂടി ഞാൻ ഓടട്ടെ. അവസാനം സന്ധ്യയാവുമ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലം സ്വത്ത് കിട്ടും, പിന്നെ എനിക്ക് സ്വസ്ഥമായി വിശ്രമിക്കാമല്ലോ. പക്ഷേ സന്ധ്യ ആയപ്പോൾ രാജാവിൻ്റെ കാൽക്കൽ കുഴഞ്ഞു വീണ് മരിച്ച് ഒരു 6 അടി മണ്ണ് മാത്രം അദ്ദേഹം സ്വന്തമാക്കി. ഇതിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനം, സ്വന്തം ശരീരത്തിൻ്റെ വില മനസ്സിലാക്കാതെ അതിന് വേണ്ട വിശ്രമങ്ങൾ കൊടുക്കാതെ അധ്വാനിക്കുന്നതിൻ്റെ വിഡ്ഢിത്തത്തെ പറ്റിയാണ്. കുറച്ചു നാൾ മുമ്പേ എൻ്റെ അടുത്തൊരു രോഗി വന്നു. അദ്ദേഹത്തിന് 1 വർഷം മുമ്പേ ബ്ലോക്കുകളുണ്ടെന്ന് ആൻജിയോഗ്രാം വഴി കണ്ടെത്തി ബൈപ്പാസ് ഓപ്പറേഷൻ ഉപദേശിച്ചതായിരുന്നു. പക്ഷേ വേറെ ആരുടെയൊക്കെയോ ഉപദേശം കേട്ട് വേറെ എന്തൊക്കെയോ കോയമ്പത്തൂരും മറ്റു ചികിത്സയ്ക്ക് പോയി. അന്ന് അദ്ദേഹം മേജർ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് നിന്ന നിലയിലായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയത്. ഒരുപാട് നേരം ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോകുന്ന മുമ്പ് മകൻ എന്നോട് പറഞ്ഞു, സാറേ, ഉപ്പാക്ക് 300 കോടി ആസ്തിയുണ്ട്, അതിലൊന്നും തന്നെ ഉപ്പാക്ക് ഉപകരിച്ചില്ല. ആ 300 കോടി സമ്പാദിക്കാൻ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, എത്ര ഉറക്കമൊഴിച്ചിട്ടുണ്ടായിരിക്കും, ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കും, എത്ര പേര് ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ സ്വന്തം ശരീരത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കാതെ അതിന് ശരിയായ ഉപദേശം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നമ്മൾ 5 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിയാൽ അതിന് ഇൻഷുറൻസ് ഉണ്ടാവാം, ഗ്യാരണ്ടി ഉണ്ട്, വാരണ്ടി ഉണ്ട്. എന്നാൽ പോലും ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ നമുക്ക് വിഷമിക്കും. ഓരോ ഗട്ടറും ഓരോ ഹമ്പും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ഓടിക്കാറുള്ളൂ. എന്തിന്? കയ്യിലെ മൊബൈൽ പോലും ചെറിയ പ്രോബ്ലം വന്നാൽ നമ്മളതിന് നല്ല മെക്കാനിക്കിനെ തേടിപ്പോകും. എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വിലമതിക്കുന്ന ശരീരത്തിന് പ്രശ്നം വന്നാൽ പലപ്പോഴും നമ്മൾ ദാനം കിട്ടിയ പശുവിനെ പോലെയാണ്. അതിന് വേണ്ട ഗൗരവം കണക്കാക്കാറില്ല. അതിന് പറ്റുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് ചിന്തിക്കാറില്ല. അസുഖം വന്നാലും റോഡിന് അരികിൽ നിന്നുള്ള മരുന്ന് കഴിച്ചും ചായപ്പൊടിയിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ചും അപകടത്തിൽ പെടുകയാണ് പലപ്പോഴും പതിവ്. അതിനേക്കാൾ ഏറെ സങ്കടം പുകവലിച്ചുകൊണ്ടും മദ്യപിച്ചുകൊണ്ടും ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജോലിയുടെ ടെൻഷനാണ്, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കമാണ് എന്നൊക്കെയാണ് പലപ്പോഴും പുകവലിക്കുന്നവരും മദ്യപിക്കുന്നവരും ന്യായീകരണങ്ങൾ നിരത്താറ്. എന്നാൽ ആ ജോലിയിൽ നിന്ന് സമ്പാദിക്കുന്ന അത്രയും അവസാനം ആശുപത്രിയിൽ കൊണ്ടുപോയി സ്വയം ഖേദത്തിലാവുകയാണ് ഭൂരിപക്ഷം ആളുകളുടെയും അന്ത്യം. ഇങ്ങനെ വരുന്ന അസുഖങ്ങൾ ഒരിക്കലും വിധിയെ പഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം ആത്മഹത്യകളാണ്, നന്ദികേടിൻ്റെ ആത്മഹത്യ. നമ്മൾ തിരിച്ചറിയണം, ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അതുണ്ടെങ്കിലേ ബാക്കി നമ്മൾ എന്ത് സമ്പാദിച്ചാലും എത്ര പേര് കൂടെ ഉണ്ടായിട്ടും കാര്യമുള്ളൂ. അതില്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ അത്രയും ബാക്കിയെല്ലാം പേരിന് മാത്രമായിരിക്കും. ഒരു മൂക്കിലൂടെ ട്യൂബ് ഇട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ആളോട് ചോദിച്ചു നോക്കണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം വായിൽ കുറച്ച് വെള്ളം വെച്ച് ഒരു തണുത്ത വെള്ളം കൊണ്ട് തൊണ്ട നനയ്ക്കുക എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി എവിടെയൊക്കെ ഓടാനും എവിടെയൊക്കെ പോകാനും എത്ര ചെലവഴിക്കാനും അദ്ദേഹം തയ്യാറാണ്. സ്ട്രോക്ക് വന്ന് കൈകാലിൽ തളർന്നുകൊണ്ട് കിടക്കുന്ന ഒരാളെ പോയി കാണണം. അദ്ദേഹം പറയും, തൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ ചെലവഴിക്കാം, തൻ്റെ സാമ്രാജ്യങ്ങളിൽ മുഴുവൻ അടിയറ വയ്ക്കാം. എനിക്ക് ഈ ബെഡിൽ നിന്നുള്ള മലമൂത്ര വിസർജനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മൂത്രത്തിൻ്റെ ട്യൂബ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒന്ന് നേരെ ചൊവ്വെ നിന്ന് 2 അടി നടന്ന് ഒന്ന് ബാത്റൂമിലെങ്കിലും പോകാൻ കഴിഞ്ഞെങ്കിൽ. ശ്വാസം മുട്ടായിക്കൊണ്ട് വീട്ടിൽ ഓക്സിജൻ വെച്ച് കഴിയുന്ന ആൾ പറയും, ഒരു ശ്വാസം എടുക്കാൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന്. അദ്ദേഹം പണ്ട് വലിച്ചിരുന്ന പുകച്ചുകൾ ഓരോന്നും ഖേദമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ടാവും. ഈ അടുത്ത് ഒരു അച്ഛന് ക്യാൻസർ വന്നു. മകൻ പറഞ്ഞു, സാറേ, എത്ര കോടി വേണമെങ്കിലും ചെലവഴിക്കാം, അച്ഛൻ്റെ ക്യാൻസർ ഭേദമാക്കാൻ പറ്റും. പക്ഷേ കറൻസികൾക്ക് കടലാസിൻ്റെ വില പോലും വരാത്ത ഒരു സന്ദർഭങ്ങൾ വരും. അതുകൊണ്ട് ഓരോ പുകവലിക്കുമ്പോഴും ഗ്ലാസുകൾ കൂട്ടിമുട്ടി ചേസ് പറയുമ്പോഴും നമ്മൾ ഓർക്കുക, ഒരു വാരണ്ടിയോ ഗ്യാരണ്ടിയോ ഇൻഷുറൻസോ ഇല്ലാത്ത, റീപ്ലേസ്മെൻറ്റ് പോലും പറ്റാത്ത, പലപ്പോഴും റിപ്പയർ പോലും പറ്റാത്ത ഒരു മെഷീനെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ മെഷീൻ കേടുവന്നാൽ തീർന്നു നമ്മുടെ എല്ലാ ആർഭാടങ്ങളും ജീവിത സുഖങ്ങളും. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിക്കൊണ്ട് ഏറ്റവും വലിയ നിധി തന്ന് അത് നമ്മൾ ഒരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മൾ മറ്റു അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുന്നതിൽ എന്ത് വിരോധാഭാസമാണ്. ഒരിക്കൽ ഒരു ഉപ്പ ഹാർട്ട് അറ്റാക്കുമായി വന്നു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഉപ്പാൻ ICUയിലോട്ട് മാറ്റി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉപ്പ കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ഉപ്പ കരയുന്നത്? ഉപ്പ പറഞ്ഞു, മോനെ, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല.
ഞാൻ പറഞ്ഞു, കിടന്നുകൊണ്ട് നിസ്കരിച്ചൂടെ, അത് ചെയ്യാലോ? അദ്ദേഹം പറഞ്ഞു, മോനെ, നിലത്ത് നെറ്റിവെച്ച് സുജൂദ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം, അതിൻ്റെ സുഖം അതില്ലാത്തത് വളരെ സങ്കടമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വില എത്രയെന്നും അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല എന്നും അതിനുണ്ടാക്കുന്ന ശൂന്യത വലുതാണെന്നും മനസ്സിലാവും. അതുകൊണ്ട് ആരോഗ്യത്തെ നശിപ്പിക്കാതിരിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. എല്ലാവർക്കും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.